എനിക്കൊരു കാര്യം പിടികിട്ടി. എന്താ? ചേട്ടനും രേവതിയും ഭാര്യയും ഭർത്താവുമല്ലെന്ന്. അതിപ്പോ എങ്ങനെ? നിങ്ങൾ തമ്മിലുള്ള വഴക്കെല്ലാം ഞാൻ ചെവിയോർത്ത് നിന്ന് കേട്ടിട്ടുണ്ട്. അതറിഞ്ഞപ്പോ എനിക്ക് എന്ത് സന്തോഷമെന്ന്. ഞങ്ങൾ വഴക്കിടുമ്പോ അങ്ങനെയൊക്കെ പറയുന്നേ ഉള്ളൂ. പക്ഷെ ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ തന്നെ. പിന്നെ എനിക്കറിയാം. ദേ എഴുത്ത് കണ്ടോ? ടു കുമാരി രേവതി. കല്യാണം കഴിഞ്ഞവരെ ആരെങ്കിലും കുമാരി എന്ന് വിളിക്കുവോ? രാവിലെ കണ്ണിറുക്കി കാണിച്ചപ്പോ എനിക്ക് തീർച്ചയായി ചേട്ടൻ എന്നെ കെട്ടുമെന്ന്. അപ്പോ സുബ്രഹ്മണ്യ സ്വാമിയോ? അയാളെ പോകാൻ പറ, വായിക്ക് കൊള്ളാത്ത കളവൻ. രേവതി വരുന്നു. ഒരു എഴുത്തുണ്ട് രേവതിക്ക്. വരുന്ന വഴിക്ക് കാണാമെന്ന് വിചാരിച്ചു നിന്നതാ. മനസ്സിലായി. വന്ന് വന്ന് എന്തോ ആകാനായി. അല്ലെങ്കിൽ എനിക്കെന്താ കാര്യം? എന്റെ അമ്മയുടെ എഴുത്തു വന്നു. എന്റെ മുറച്ചിറക്കം വന്ന് എന്നെ കല്യാണം കഴിച്ചോണ്ട് പോകും. പിന്നെ ഞങ്ങളായി, ഞങ്ങളുടെ പാടായി. പ്രിയപ്പെട്ട എന്റെ രേവതി കുട്ടിക്ക് അമ്മായി എഴുതുന്നത്, നാളത്തെ തീവണ്ടിക്ക് കുട്ടൻ ചേട്ടനെ ഇവിടുന്ന് അയക്കുന്നു. അവൻ കുറച്ചുനാൾ അവിടെ നിന്ന് നിന്റെ ചിട്ടയൊക്കെ പഠിക്കട്ടെ. വിവാഹത്തിന് നീ സമ്മതിക്കുമെന്ന് എനിക്കറിയാം. ഇതോടൊപ്പം കുട്ടന്റെ ഒരു ഫോട്ടോയും അയക്കുന്നു, നിനക്ക് കണ്ടോണ്ടിരിക്കാൻ എന്ന് സ്വന്തം അമ്മായിയും അമ്മാവനും. മുറച്ചെറുക്കനോ? രണ്ടാമതൊരു വില്ലൻ. ദൈവമേ, ചതിച്ചോ? ഇതൊരു തിരിച്ചടിയാണ്. അതെനിക്കും അറിയാം. പക്ഷെ വീട്ടിലെത്തിയാൽ അവൾ അവനെ കല്യാണം കഴിക്കും, എന്നെ ഇറക്കി വിടുകയും ചെയ്യും. വീട്ടിലെത്താതിരുന്നാലോ? അതെങ്ങനെ? പഴിക്ക് വെച്ച് തട്ടിക്കളയാം, ഒഴിയട്ട് ശല്യം. അല്ലേലും നിന്റെ മനസ്സിൽ ക്രൂരതേ വരൂ. നീ എന്താടാ കഴിഞ്ഞ ജന്മം ആരാച്ചാരായിരുന്നു? വേറെ വഴിയൊന്നും ഞാൻ ആലോചിച്ചിട്ട് കാണുന്നില്ല. ഒരു കാര്യം ചെയ്യാം, വേരട്ടി മടക്കാം. അതെങ്ങനെ? അതാ ആ ABC ഷർട്ടിട്ട പാർട്ടിയാ. നീ ചെന്ന് വളച്ചെടുക്ക്. മോനെ, നിനക്ക് ഈ മേൽവിലാസത്തിൽ ആളറിയാമോ? അറിയാമോ? രേവതി ചേച്ചിയുടെ ആരാ? രേവതി ചേച്ചിയുടെ സ്വന്തം ആളാ. ഒന്ന് കാണിച്ചു തരാമോ? ഞാൻ ഒരു താളല്ലേ, വാ പോവാം. കുട്ടി ബസ് പോണുണ്ടോ? കുട്ടി ബസ് അല്ലെ? എത്ര നേരം നടക്കുന്നു? എത്താറായില്ലേ? ഇപ്പൊ എത്തും ചേട്ടാ. ഈ വളവോട് അങ്ങോട്ട് കഴിഞ്ഞാ എത്ര വളവും തിരിവ് കഴിഞ്ഞ്? അതുകൊട്ടെ, ചേട്ടൻ ആരാന്ന് പറഞ്ഞില്ലല്ലോ. ഞാനാണ് നിന്റെ രേവതി ചേച്ചിയുടെ മുറച്ചെറുക്കൻ. ഇപ്പൊ ഞാൻ കുറച്ചു ദിവസം ഇവിടെ താമസിക്കൂ, എന്നിട്ട് തിരിച്ചു പോയിട്ടാണ് കല്യാണം. അതിന് നിങ്ങളെ പേടിച്ചിട്ടല്ലേ രേവതി ചേച്ചി കൊണ്ട് ഓടിപ്പോന്നു? എടാ, അതൊക്കെ പണ്ട്. ഇപ്പൊ ഭയങ്കര ഇഷ്ടല്ലേ? അവള് പറഞ്ഞിട്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്നാലും ഇതിലെന്തോ ചതിയുണ്ട്. ഇവിടുത്തെ നമ്പർ 1 റൗഡി എടുത്തിട്ടുണ്ട്, ഈരാളി. കേട്ടിട്ടുണ്ടോ? ഈരാളി ഇത് കേട്ടിട്ടില്ല, നീരാളി ഇത് കേട്ടിട്ടുണ്ട്. കടലിലൊക്കെ അങ്ങനെ പിടിച്ചാക്കുന്ന ഒരു ജന്തു. ഇത് കരയെ പിടിച്ചാക്കുന്ന പാർട്ടിയാ. പോലീസിനോലും പേടിയാ. അയാളും രേവതി ചേച്ചി തമ്മിൽ പ്രേമമാ. അവിടുന്ന് രേവതി ചേച്ചിയുടെ സ്വത്തെല്ലാം ചേച്ചിയുടെ അമ്മാവന്റെ കയ്യിലല്ലേ? അതെ, എന്റെ അച്ഛന്റെ കയ്യില്. കുട്ടൻ ചേട്ടനുള്ളിടത്തോളം കാലം അവരുടെ കല്യാണത്തിന് അമ്മാവൻ സമ്മതിക്കില്ല. അതുകൊണ്ട് കുട്ടൻ ചേട്ടനെ ഇവിടെ വിളിച്ചു വരുത്തി കൊല ചെയ്യാമെന്ന് അയാൾ ചേച്ചിയോട് പറയുന്നത് ഞാൻ കേട്ടു. നേരാണോ? ചേട്ടന് കേൾക്കണോ? 13 കൊലയിട്ടുള്ള ആളാ. ഇന്ന് വരെ പിടിച്ചിട്ടില്ല. ഓരോ കൊല ചെയ്യുമ്പോഴും ഓരോ പുതിയ വെട്ടുകത്തി വാങ്ങിക്കും. ഇന്നലെ ഒരെണ്ണം വാങ്ങിച്ചു. അത് ചേട്ടനുള്ളതായിരിക്കും. ചേട്ടനോടുള്ള ഇഷ്ടം കൊണ്ട് പറയുക. എന്റെ പൊന്നു ചേട്ടൻ തിരിച്ചു പോന്നാ നല്ലത്. അല്ല, നമുക്ക് അവളി ഒന്ന് കണ്ടിട്ട് ഇത് നേരാണോന്ന് ചോദിച്ചിട്ട് പോയാ പോരെ? ഞാനടി
നിനക്ക് സ്നേഹിക്കാൻ കല്യാണം കഴിക്കാൻ എന്റെ രേവതിയെ കിട്ടിയുള്ളൂ അല്ലടാ. 14 കൊല ചെയ്തു. 15ാമത്തെ കൊല നിന്നെ ആയിക്കോട്ടെ. അല്ല, ആ പയ്യൻ പറഞ്ഞത് 13 കൊല ചെയ്തെന്നാണല്ലോ. കൊന്ന എന്നെക്കാൾ വെച്ച് നിനക്കാണോടാ? അയ്യോ അല്ലേ. പക്ഷേ ഇപ്പം നിനക്കായി വാങ്ങിയ വെട്ടുകത്തി ഞാൻ എടുത്തിട്ടില്ല. നീ ഇവിടെ നിൽക്ക്, ഞാൻ പോയി എടുത്തിട്ട് വരാം. അതുവരെ നീ അനങ്ങിപ്പോകരുത്. അനങ്ങിയാൽ കൊല്ലും ഞാൻ. ഇവനാരാണ്? ഞാൻ നീ പോയിക്കോ. ഇങ്ങോട്ട് നോക്ക്, വെട്ടിയെത്തി എടുക്കാൻ പോയിരിക്ക. ഇവിടുന്ന് അനിയ കൊല്ലുന്ന് പറഞ്ഞിരിക്കുന്നു. ഇവിടെ നിന്നാ ഉടൻ കൊല്ലും. അടുത്തോണ്ട് സ്ഥലം വിട്ടോ, ജീവനെങ്കിലും കിട്ടും. എടാ 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 നില്ല നില്ല നില്ല. അയാളെ കൂടെ പോയത് ആര്? ആ കൊല്ലാളി. ഇങ്ങോട്ട്. അപ്പൊ നീ എന്നെ കൊല്ലാൻ കൊണ്ടുപോവാ. കൊല്ലടാ, കൊല്ലി. ഇങ്ങോട്ട് വാ മലയാളി. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ ബസ് സ്റ്റാൻഡിലേക്ക് എതിരെയാ പോവാ? അങ്ങോട്ടൊന്നും പോകണ്ട, ബസ്സും ട്രെയിനും എല്ലാം മിന്നൽ പണി കൊടുക്ക. അതെന്നും ഉള്ളതല്ലേ. ഇവിടുന്ന് നേരെ പോയാൽ ചെല്ലപ്പോയ ലോഡ്ജ് ഉണ്ട്. അവിടെ ആകുമ്പോ ആരും അറിയില്ല. ബസ് സ്റ്റാൻഡിന് അടുത്തുവാ. പക്ഷെ തലവളി കാണിക്കരുത്, വെട്ടിക്കൊണ്ടു പോകും. ഇവിടെ ധാരാളം ഈരാളിയുടെ ആൾക്കാരുണ്ട്, സൂക്ഷിക്കണം. സൂക്ഷിക്ക. ലോഡ്ജിൽ കള്ളപ്പേരെ പറയാവൂ, ഇല്ലെങ്കിൽ അവര് കണ്ടുപിടിക്കും. കള്ളപ്പേര് പറയാ. അപ്പൊ ഞാൻ തനിച്ച് പോണോ? തനിച്ചു പോണം. പോണല്ലേ? അപ്പൊ ചെല്ലപ്പയ്യല്ലേ? സത്യം പറ മോനെ, നീ കല്യാണം കഴിച്ചതാണോ? ഇതുള്ള ബോംബെയിൽ കിടന്ന് എന്നെ വെറുതെ വിളിച്ചു വരുത്തി കല്യാണം കഴിച്ചോന്ന്. ഞാൻ ആരെയും കല്യാണം കഴിച്ചിട്ടോ ഇല്ല, കഴിക്കാമെന്ന് വാക്ക് കൊടുത്തിട്ടോ ഇല്ല. നീ ഇടയ്ക്ക് കുറച്ചു ദിവസം ഇവിടെ ഒന്ന് താമസിച്ചോ? ഇല്ലെന്ന് പറഞ്ഞില്ലേ? എന്തൊരു കഷ്ടതയമേത്. പിന്നെ ഞാൻ മാങ്ങ മാങ്ങയല്ല, തേങ്ങ. തേങ്ങ അയാളോട് ഒന്ന് ചാടിത്തുള്ളത് കേട്ടല്ലോ. നീ അയാളുടെ മോക്ക് മോതിരം മാറി നോക്കെ. അച്ഛൻ എന്നെക്കാൾ വിശ്വാസം മാങ്ങയിലും തേങ്ങയിലും ഒക്കെയാണ്. അല്ല, ഇങ്ങോട്ട് വിളിക്കും, ഞാൻ പറയാൻ. അത് ശരിയാ, വിളിക്കേ. നമസ്കാരം. നമസ്കാരം. മോനെ, ഇതാരാണെന്ന് മനസ്സിലായോ? ഇല്ല. ഇതാണ് നിന്റെ അമ്മായിയപ്പൻ. ചോദിക്കാൻ. ഞാൻ നിങ്ങളുടെ മകളെ കല്യാണം കഴിച്ചു. ഇല്ല. പിന്നെ കഴിക്കാമെന്ന് വാക്ക് തന്നു. ഇല്ല. ഏയ്, സത്യം പറയണം. തനിക്ക് തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? ഇല്ല. താനല്ലോ കഴിഞ്ഞ ആഴ്ച ഇവിടെ വിളിച്ചു പോയത്. എന്റെ മോൻ തന്റെ മോളെ കല്യാണം കഴിക്കാൻ സംഭവിച്ചിട്ടുണ്ടെന്നോ മോതിരം കൈമാറിയെന്നോക്കെ. അതിനെ മേനോൻ സാറിന്റെ മോനാണോ? ഇതാ വല്ല സംശയമുണ്ടോ? എന്നാലും എനിക്കും എന്റെ ഭാര്യയ്ക്കും യാതൊരു സംശയവും ഇല്ല, ഇത് ഞങ്ങളുടെ മോൻ തന്നെയാ. ഞാൻ പറഞ്ഞത് ഈ മോന്റെ കാര്യമല്ല, സാറിന്റെ മറ്റേ മോൻ. മറ്റേ മോനോ? അതേതാ ഈ മറ്റേ മോൻ? സാറിന്റെ മൂത്ത മോൻ. എനിക്ക് ഞാൻ അറിയാതൊരു മോനോ? അറിഞ്ഞോ അറിയാതെയോ അതൊന്നും എനിക്കറിയില്ല. അത് സാറിന്റെ മോൻ തന്നെയാ. ഇവിടെ താമസിച്ചിരുന്നത് അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്റെ ഈശ്വരന്മാരെ, ഞാൻ എന്തൊക്കെയായി കേൾക്കുന്നത്? ഞാൻ അറിയാതെ നിങ്ങൾക്ക് ഇവിടെ ഒരു മോനോ? ഇയാള് വെറുതെ പറയുന്നതാ. വെറുതെ ഒന്നുമല്ല. ഇതേ കണ്ണ്, ഇതേ മൂക്ക്, ഇതേ ചുണ്ട്, നിങ്ങൾ അതുപോലെ വാർത്തു വെച്ചിരിക്കുക. ആർക്കും കണ്ണടച്ചോണ്ട് പറയാം അത് നിങ്ങളുടെ മോനാണെന്ന്. എന്റെ ഭഗവാനെ, എനിക്കൊന്നും കേൾക്കാനുള്ള ഞാൻ പറയുന്ന ശക്തിയില്ലേ? മേനോൻ സാറേ, വേലിറക്കരുത്. ഇവിടെ വരുന്ന വേലക്കാരൻ ചെലപ്പൻ എവിടെ? അവനറിയാം ഇതിന്റെ എല്ലാ കാര്യങ്ങളും. എല്ലാ കാര്യത്തിനും അവൻ സാക്ഷിയുമാണ്. അവൻ എവിടെ? വിളിക്കേ. അവൻ വീട്ടിൽ പോയി. ആവശ്യം വന്നപ്പോ അവൻ വീട്ടിൽ പോയി. നിങ്ങൾ നിങ്ങളുടെ മകനെ മനഃപൂർവ്വം ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണെന്നും കല്യാണം നടത്താതിരിക്കാൻ ഉദ്ദേശമെന്നും എനിക്കറിയാം. താ കൂടുതൽ വർത്താനം പറയരുത്. തന്റെ പേര് ഞാൻ മാനനഷ്ടത്തിന് കേസ് കൊടുക്കും. മേനോൻ സാറേ, നിങ്ങളെക്കാൾ വലിയ മേനോന്മാരെ കണ്ടിട്ടുള്ളവനാണ് ഈ ഗോവിന്ദപ്പിള്ള. കോടതി വരാന്തിയിൽ കുറെ കയറി ഇറങ്ങിയിട്ടുണ്ട്. കൊല്ലും കൊല്ലം നടത്തി ജീവിച്ചവരാ ഞങ്ങൾ. സൂക്ഷിച്ചോ. പേടിപ്പിക്കുക. അങ്ങനെയാണ് നിങ്ങൾ വെച്ചോ. താ എന്ത് ചെയ്യും? അത് ഞാൻ അപ്പൊ കാണിച്ചു തരാം. സാറേ, ഇത് അവസാനത്തെ മുന്നറിയിപ്പാണ്. ഒരാഴ്ചക്ക് ഞാൻ കല്യാണം നടത്തിയില്ലെങ്കിൽ അത് ഞാൻ അപ്പൊ കാണിച്ചു തരാം. എന്താ അമ്മ ഇത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഞാനിവിടെ നിൽക്കണോ വേണ്ടയോ അത് നിങ്ങൾ ആദ്യം തീരുമാനിക്കും. മോനെ, നിനക്ക് അടുത്ത ഫ്ലൈറ്റ് എപ്പോ? 5:10 ടെലഗ്രാം കിട്ടിയ ഉടനെ പുറപ്പെട്ടതാ. എന്തോ അത്യാവശ്യമാണെന്ന് ഓർത്തത്. ഇനി 40 മിനിറ്റോടെ ഉള്ളൂ. മോനെ, നീ വേഗം പോ. ഇവിടെ നിന്നാലേ ഈ തന്തയുടെ സഹവാസം കൊണ്ട് നീയും പിഴച്ചു പോകും. പൊയ്ക്കോ. അച്ഛാ, ഇപ്പൊ എയർപോർട്ടിൽ ചെന്നാൽ അവിടെ നിന്ന് തന്നെ ടിക്കറ്റ് കിട്ടും. നീ വെക്കോ.
പെട്ടിയും കിടക്കെല്ലാം എടുത്തോ, നമുക്കും പുറപ്പെടാം. ഇവിടെ വന്നാൽ ശരിയാവില്ല. വേണ്ട വേണ്ട, ഇവിടമേ ശരിയാവും. ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ നിങ്ങളെ തനിനേരം കണ്ടുപിടിച്ചത്. ഞാൻ എന്ത് വേണമെന്നേ പറയണേ? തനിക്ക് എന്നേക്കാൾ വിശ്വാസം കണ്ടവൻ പറയണ വാക്കില അല്ലേ? പണ്ടാണെങ്കിൽ ഞാൻ വിശ്വസിക്കില്ലായിരുന്നു, പക്ഷെ ഇപ്പൊ വിശ്വസിച്ചേ പറ്റൂ. അതിന് തക്ക കാരണങ്ങളും ഉണ്ട്. എന്നെ കെട്ടുന്നതിന് മുമ്പ് നിങ്ങൾ ഇവിടെ പല കള്ളക്കളികളും കളിച്ചിട്ടുണ്ട്. അതൊക്കെ തെളിവ് സഹിതം പിടിച്ചിട്ട് ഞാൻ ഇവിടുന്ന് പോകും. അതൊന്നുമല്ല, കാരണം എനിക്കറിയാം തനിക്ക് അവനെ കാണാണ്ട് ഉറക്കം വരില്ല. ആ ഗോപാലകൃഷ്ണൻ പഞ്ചപാവം പോലെ ശാസ്ത്രീയ സംഗീതം കേട്ടോണ്ട് ഇവിടെ ഇരിക്കും. ഒരു ബ്രഹ്മചാരി, കയ്യിലിരിപ്പ് മുഴുവനും കൊളരാത്തതും. എന്നിട്ട് പഴി എനിക്കും അല്ലേ? നീ അങ്ങനെ വിഡ്ഢിയാക്കൊന്നും വേണ്ട, ഞാനും ചെറുതായി കണ്ടിട്ടുണ്ട്. കണ്ടെങ്കിലേ കണക്കായി പോയി. ഇനിയും കണ്ടെന്നും വരും. കൊല്ലനെ കൊല്ലും.